ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള സൂപ്പർ ലീഗിലെ മറ്റൊരു ടീമായിട്ടുള്ള കാലിക്കറ്റ് എഫ്സിയുടെ കുറച്ച് സൈനിങ് അപ്ഡേറ്റ്സ് നിങ്ങളോട് സംസാരിക്കാനാണ്. ഒന്നാമത്തെ പ്ലെയർ ബ്രിട്ടോ, തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശിയാണ്. ഇന്ത്യൻ നേവിയുടെ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ലോൺ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ക്ലബ്ബുകളിൽ കളിക്കാറ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് ISL കളിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ യുണൈറ്റഡ്, മോഹൻ ബഗാൻ തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടിയിട്ട് ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാന്റെ കൂടെ ഐ ലീഗിൽ ചാമ്പ്യൻ ആയിരുന്ന ടീമിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ് ബ്രിട്ടോ. അത് മാത്രമല്ല കേരള പ്രീമിയർ ലീഗിൽ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. സാറ്റ് തിരൂര്, FC തൃശ്ശൂർ, അങ്ങനെ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ച് പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയർ കൂടിയാണ് ബ്രിട്ടോ. ബ്രിട്ടോനെ ടീമിലെത്തിക്കാൻ പറ്റിയത് കാലിക്കറ്റ് FC സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. സെക്കൻഡ് പ്ലെയർ റോഷൻ ജിജി, ഒരു യങ്സ്റ്റർ ആണ്. യൂത്ത് ലെവലിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ടീമുകളിൽ പാർട്ടായിട്ടുണ്ടായിരുന്ന ഒരാളാണ് റോഷൻ ജിജി. അണ്ടർ-17 ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്ന ലോകകപ്പിൽ ക്യാമ്പിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ് റോഷൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ അണ്ടർ-18 യൂത്ത് ടീമിൽ ഉണ്ടായിരുന്നു. പിന്നീട് FC കേരളയിൽ കേരള പ്രീമിയർ ലീഗും സെക്കൻഡ് ഡിവിഷൻ ഐ ലീഗും കളിച്ചിട്ടുണ്ട്. എഗെയിൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ അവരുടെ റിസർവ് ടീമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് ഐ ലീഗിലോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട സ്പോർട്ടിംഗ് ബാംഗ്ലൂരിന്റെ ടീമിലും പെർഫോം ചെയ്ത ഒരു പ്ലെയർ കൂടിയാണ് റോഷൻ ജിജി. ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്, ബട്ട് യങ് പ്ലെയർ ആണ് റോഷൻ. ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് കളിക്കാറ്. ക്വാളിറ്റി ക്രോസസ് ബോക്സിലോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഒരു ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്പർ 10 പൊസിഷനിലും നല്ല പെർഫോമൻസ് കൊടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് റോഷൻ. അഗെയിൻ എ ഗുഡ് സൈനിങ് ഫ്രം കാലിക്കറ്റ് FC. മൂന്നാമത്തെ പ്ലെയർ മനോജ് മാർക്കസ്, കന്യാകുമാരി സ്വദേശിയാണ് മനോജ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സെന്റർ ബാക്സ് ഇൻ കേരള എന്ന് പറയേണ്ടി വരും മനോജിനെ കുറിച്ച് പറയുമ്പോൾ. ഒരു സെലക്ഷൻ ട്രയൽസിലൂടെയാണ് ഗോകുലം കേരള FCയിലോട്ട് എത്തിപ്പെടുന്നത്. കേരള പ്രീമിയർ ലീഗ് ടീമിൽ മികച്ച പെർഫോമൻസ് നേടുകയും ഗോകുലം കേരള FCക്ക് ചാമ്പ്യൻ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യാൻ മനോജ് നിർണായകവും പങ്കുവച്ചു. അതിനുശേഷം ആ ടീമിൽ സെലക്ഷൻ പ്രോസസ്സിൽ മനോജിനെ പിക്ക് ചെയ്തിട്ടുള്ള കോച്ചായിട്ടുള്ള ബിനോദ് ജോർജ് കോച്ച് കേരള യുണൈറ്റഡിലോട്ട് മാറുമ്പോൾ അതിന്റെ കൂടെ മാറിയ ഒരു പ്ലെയറും കൂടിയാണ് മനോജ്. എഗെയിൻ കേരള യുണൈറ്റഡിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനോജിനെ കാലിക്കറ്റ് FC അവരുടെ ആദ്യ സൂപ്പർ ലീഗ് ടീമിലോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. സോ 3 ക്വാളിറ്റി സൈനിങ്സ് ആണ് കാലിക്കറ്റ് FCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നെയിംസ് കുറവാണെങ്കിൽ പോലും വളരെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് കാലിക്കറ്റ് FC അവരുടെ സൈനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് ദ സൈനിങ്സ്. ആരാണ് ഇതിന്റെ സ്കൗട്ടിങ്ങിന്റെ പിന്നിൽ എന്ന് അറിയില്ല. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ദി കാലിക്കറ്റ് FC ടീം ആൻഡ് അസിസ്റ്റന്റ് കോച്ച് ബിബി തോമസ് സർ. സോ നാളെ മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളായി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.